പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് അഡിയോസ് അമിഗോ എന്ന സിനിമയെക്കുറിച്ചാണ്. തങ്കത്തിൻ്റെ തിരക്കഥയിൽ നഹാസ് നാസർ സംവിധാനം ചെയ്ത പുതിയ മലയാള സിനിമയാണ് അഡിയോസ് അമിഗോ. ആഷിഖ് ഉസ്മാനാണ് നിർമ്മാണം. സംഗീതം ഗോപി സുന്ദർ. ജിംഷി ഖാലിദിൻ്റേതാണ് ക്യാമറ. എഡിറ്റിംഗ് നിഷാദ് യൂസുഫ്. ജയ്ക്ക് വിജയുടെ സ്കോറിങ്. രസകരമായ പാട്ടുകളാണ് ഉള്ള പാട്ടുകളൊക്കെ. പിന്നെ ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറുമൂടുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവരെ കൂടാതെ അനഘ, വിനീത് തട്ടില്, അൽതാഫ് സലീം എന്നിവരുമുണ്ട്. എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. തലവൻ, ലെവൽ ക്രോസ് എന്നീ സിനിമകൾക്ക് ശേഷം ആസിഫ് അലിയുടെ വ്യത്യസ്തമായ ഒരു വേഷം. ആസിഫ് അലി ഇപ്പോൾ പുതിയ പരീക്ഷണങ്ങളിലാണെന്ന് തോന്നും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. അത്രയും രസകരമായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറുമൂടും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയിലേക്ക് വന്നാൽ രണ്ടുപേരുടെ യാത്ര, ആ യാത്രയിലാണ് അവർ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും സൗഹൃദം സ്ഥാപിക്കുന്നതും. ആ യാത്രയിലുണ്ടാകുന്ന ഒരുപാട് ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ രസകരമായ രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ഈ രണ്ടുപേരും ഏകദേശം ഒരേ ചിന്താഗതി അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള ആളുകളാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനെ രണ്ടുപേരെ അഭിനയിക്കുന്നത് സുരാജ് വെഞ്ഞാറുമൂടും ഈ പറയുന്ന ആസിഫ് അലിയുമാണ്. സിനിമ ഒട്ടും ലാഗയില്ല. തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള വകുപ്പുണ്ട്. കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്കും സ്ത്രീകൾക്കും. ഈ സിനിമയിലെ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല രംഗങ്ങളും നമ്മൾ എവിടേക്കോ കണ്ടു മറന്ന പോലെ, അതായത് സിനിമയിലല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടേക്കോ അനുഭവിച്ചറിഞ്ഞാൽ കണ്ടു മറന്ന സംഭവങ്ങളുമായിട്ട് നമുക്ക് ഒരു താരതമ്യം ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ താരതമ്യം തോന്നും നമുക്ക്. എനിക്ക് കണ്ടപ്പോൾ സിനിമയിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ അതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിരി എന്ന് പറഞ്ഞാൽ നമുക്ക് വയറ് നിറച്ച് ചിരിക്കാനുണ്ട്. നമ്മളൊരു നല്ല സിനിമയെക്കുറിച്ചിട്ട് പല ആളുകളും വളരെ മോശമായിട്ടുള്ള റിവ്യൂ കിട്ടു പോകണതാണ്. പക്ഷേ നമ്മൾ ഒരുവിധം നല്ല പടങ്ങളെ നല്ല പടം തന്നെ പറയണം. അങ്ങനെ കാരണം നമ്മൾ ഒരു പടത്തെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തരം താഴ്ത്തി കളഞ്ഞ് അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാൻ ഒരിക്കലും പാടില്ല. കാരണം ഈ സിനിമയുടെ തന്നെ റിവ്യൂവിൻ്റെ ഒരു കവർ ഫോട്ടോ ഇട്ടത് ഇത് പൊട്ടിയ പടമാണോ അങ്ങനെ എന്തൊക്കെ ചോദിച്ചിട്ട് ചുമ്മാണ്. അത് ഉള്ളി തൊണ്ടുപൊളിച്ച പോലെയാണ് അത്. ആ കവർ ഫോട്ടോയും അതിൻ്റെ വീഡിയോ ആയിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും കുടുംബസമേതം തന്നെ ഈ സിനിമ തിയേറ്ററിൽ പോയി ഒന്ന് കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു പ്രത്യേക രസം തന്നെയാണ്. നിങ്ങൾ ഇനി ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് എഴുതിയിടുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.